അത് കണ്ടെത്തിയെടുക്കുന്ന് ഞാൻ പ്രതീക്ഷിച്ചോ? എന്നിട്ട് ആ കുപ്പികൾ എവിടെ? ഒരെണ്ണം നന്ദിനിയുടെ കയ്യിലാ. അവൾ അതിലെ മരുന്ന് കളഞ്ഞിട്ട് അതിൽ വേപ്പെണ്ണ നിറച്ചു വെച്ചിരിക്കുക. എന്നിട്ടത് സൂര്യസാറിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത്തെ കുപ്പി എന്റെ കയ്യിലുണ്ട് മാഡം. സൂര്യസാർ അത് കണ്ട പ്രശ്നമാവോ മാഡം? അത് കഴിഞ്ഞ് അതെന്തിനുള്ള മരുന്നാണെന്ന് അവള് സൂര്യസാറിനെ കൊണ്ട് ഫോണിൽ നോക്കിക്കാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് മൊത്തത്തിലങ്ങി ഇല്ലാതാക്കിയല്ലേ? മാഡം, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്നെ അവരെന്തെങ്കിലും ചെയ്യോ മാഡം? ഏയ് ഇല്ല. ഒരർത്ഥത്തിൽ ആ മരുന്നിന്റെ കുപ്പി നന്ദിനിയുടെ കയ്യിലിരിക്കുന്നത് നല്ലതാ. നാളെ അത് സൂര്യ കണ്ടാലും ആ വീട്ടിലുള്ള മറ്റാര് കണ്ടാലും നന്ദിനിക്കെതിരെ ചോദ്യങ്ങൾ വരും. സൂര്യയെ കൊല്ലാൻ ശ്രമിച്ചത് നന്ദിനി തന്നെയാണെന്ന് എല്ലാവരും കൂടി വിധി എഴുതും. അതുകൊണ്ട് നീ സമാധാനായിട്ടിരുന്നു. ഇതെങ്ങനെയാ മാഡം എന്ത് സംഭവിച്ചാലും അത് മാഡത്തിന് അനുകൂലാക്കി മാറ്റുന്നത്? കാരണം സിമ്പിളാ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് നേടാതെ ഞാൻ അടങ്ങില്ല. നീ അവിടെ സൈലന്റ് ആയിട്ട് നിന്നാ മതി. അവിടെ നടക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് നടന്നോളും. നീ ഫോൺ വെച്ചോ. देना